UDF കേരള കോൺഗ്രസ് വഴിപിരിയൽ പൂർണ്ണം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPM-നെ കൂട്ടി മാണി ഗ്രൂപ്പ് ഭരണം പിടിച്ചു. രാഷ്ട്രീയ വഞ്ചനയെന്ന് ഉമ്മൻചാണ്ടി. പുനഃപ്രവേശനവാതിൽ മാണി തന്നെ അടച്ചു. ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് രമേശ് ചെന്നിത്തലയും. ECC-യുടെ അധിക്ഷേപത്തിനുള്ള മറുപടിയെന്ന് KM മാണി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം CPM പിന്തുണയോടെ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ CPM അംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു. CPI വിട്ടുനിൽക്കുകയും PC ജോർജ് വിഭാഗം വോട്ട് അസാധുവാക്കുകയും ചെയ്തതോടെ 12 വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് എം ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചത്. നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച 8 സീറ്റും കേരള കോൺഗ്രസിന് ലഭിച്ച 6 സീറ്റും കൊണ്ടാണ് UDF ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചത്. 2.5 വർഷം വീതം കോൺഗ്രസിനും കേരള കോൺഗ്രസിനും പ്രസിഡന്റ് സ്ഥാനം എന്ന നിലയിൽ ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ചരൽക്കുന്ന് സമ്മേളനത്തിന് ശേഷം ഈ ബന്ധത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഇപ്പോഴത്തെ തർക്കങ്ങൾക്ക് കാരണമായത്. ഇന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ CPM പിന്തുണയ്ക്കുകയായിരുന്നു. ആകെയുള്ള 22 മെമ്പർമാരിൽ CPM-ന്റെ 6ഉം കേരള കോൺഗ്രസിന്റെ 6ഉം ഉൾപ്പെടെ 12 പേരുടെ പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥി സക്കറിയ കുതിരവേലിക്ക് ലഭിച്ചു. അതേസമയം CPM-ന്റെ നിലപാടിനോട് യോജിക്കാത്ത CPI വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. PC ജോർജ് വിഭാഗം വോട്ട് അസാധുവാക്കി. കേരള കോൺഗ്രസ് ധാരണ ലംഘിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലുണ്ടായ അട്ടിമറി സംസ്ഥാന തലത്തിലും ചർച്ചയാകുകയാണ്. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPM-മായി ധാരണയിലെത്തിയതോടെ കേരള കോൺഗ്രസിന്റെ UDF-ൽ നിന്നുള്ള വഴിപിരിയൽ പൂർണ്ണമായി. 42 വർഷമായി തുടരുന്ന മുന്നണി ബന്ധമാണ് അവസാനിക്കുന്നത്. UDF-ലേക്കുള്ള വാതിൽ കേരള കോൺഗ്രസ് തന്നെ അടച്ചുവെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഇനിയൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ CPM-മായി കൂട്ടുകൂടിയത് കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മറുപടി എന്ന നിലയിലാണ് KM മാണി പ്രതികരിച്ചത്. പരസ്യമായിട്ട് DCC ആക്ഷേപിക്കുന്നു, മൂന്നിലവിൽ ഞങ്ങളോട് ഈ ചതിവ് കാണിക്കുന്നു, മറ്റ് പല സ്ഥലങ്ങളിലും മാറേണ്ട സമയത്ത് മാറിത്തരുന്നില്ല. ഇതൊക്കെ കണ്ട് സ്വയം വേദനിച്ച ജില്ലാ പഞ്ചായത്തിലെ മെമ്പർമാർ അവർ സ്വയം എടുത്ത തീരുമാനമാണ്. ജോസ് കെ മാണിയോ KM മാണിയോ ഞങ്ങളതിന് നിർദ്ദേശം കൊടുത്തിട്ടില്ല, ഞങ്ങളാരും ഇതിന് ഉത്തരവാദികളുമല്ല. എന്നാൽ ഇതിനെ പ്രാദേശിക പ്രശ്നമായി വിടാൻ UDF-ഉം കോൺഗ്രസും ഒരുക്കമില്ലെന്ന് തെളിയിക്കുന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പ്രാദേശിക തലത്തിൽ മെമ്പർമാർ തമ്മിൽ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിച്ചിരിക്കുകയാണ്, കോൺഗ്രസിനെ അപമാനിച്ചിരിക്കുകയാണ്, UDF-നെ അപമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ദിവസം രാവിലെ വൈകുന്നേരം തിരിച്ചും വരാനും പോകാനുള്ള മുന്നണിയാണ് UDF. മാണിയെ തിരികെ കൊണ്ടുവരാൻ നിലപാടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി പോലും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. രാഷ്ട്രീയമായി കാട്ടിയ ഒരു കടുത്ത വഞ്ചനയായിട്ടേ കാണാൻ സാധിക്കും. അല്ല, അദ്ദേഹം അടച്ചു. ബാർക്കോഴ ആരോപണ വിവാദങ്ങളെ തുടർന്ന് കേരള കോൺഗ്രസ് UDF വിട്ടെങ്കിലും മുന്നണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണെന്നായിരുന്നു UDF നിലപാട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ മാണിയുടെ തിരിച്ചുവരവ് അടഞ്ഞ അധ്യായമാണെന്ന് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. ഇടഞ്ഞ മാണി ഇനി ഇടത്തേക്കോ? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത്, CPIM-നെ പ്രതിനിധീകരിച്ച് ശ്രീ AN ഷംസീർ തിരുവനന്തപുരത്ത്, കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റീഫൻ ജോർജ് കോട്ടയത്ത് അല്പസമയത്തിനകം ഈ ചർച്ചയുടെ ഭാഗമാകാനുണ്ടാകും. മാധ്യമപ്രവർത്തകനും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജോൺ P. തോമസ് തിരുവനന്തപുരത്ത്, CPI-യുടെ TJ ആഞ്ചലോസിനെ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എം സജി മഞ്ഞക്കടമ്പനെയും കോട്ടയം മുൻ DCC അധ്യക്ഷൻ ടോമി കല്ലാനിയെയും ടെലിഫോൺ ലൈനിൽ ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി സജി മഞ്ഞക്കടമ്പൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സജി മഞ്ഞക്കടമ്പൻ, താങ്കൾ ടെലിഫോണിലുണ്ടോ? സജി, താങ്കൾ ടെലിഫോണിലുണ്ടോ? സജി മഞ്ഞക്കടമ്പൻ, ഇന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ച CPM-ന്റെ പിന്തുണ, അതിന് കേവലം പ്രാദേശികമായ അർത്ഥതലങ്ങൾ മാത്രമാണോ ഉള്ളത്? അതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ നീക്കമായി വ്യാഖ്യാനിക്കുന്നതിൽ എന്താണ് തെറ്റ്? KM മാണി പറഞ്ഞത് പ്രാദേശിക തലത്തിൽ അവമതിപ്പ് നേരിട്ട അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടാക്കിയ കൂട്ടുകെട്ടിൻ്റെ ഫലമാണ്, അവരുടെ നീക്കങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ്. പക്ഷേ മോൻസ് ജോസഫ് പറഞ്ഞത് ചെയർമാൻ തന്നെ ഈ ആളുകളുമായി സംസാരിച്ച ശേഷം
ആയിരിക്കണം ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലപാടിന് പിന്നിൽ? അല്ല, ചരൽക്കുന്ന് പാർട്ടി തീരുമാനമെടുത്തപ്പോൾ KM മാണി സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് സുന്ദരിയായ സ്ത്രീയാണ്. ആ സുന്ദരിയായ സ്ത്രീയെ തേടി എല്ലാവരും, അല്ലെങ്കിൽ സുന്ദരിയായ സ്ത്രീയെ എല്ലാവരും ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അവരുടെ പുറകെ പോകും. അത് സ്വാഭാവികമാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടെ CPM അല്ലെങ്കിൽ BJP കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്തു, വാതിൽ തുറന്നിട്ടു. UDF പലവട്ടം ക്ഷണിച്ചു. CPM ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. എന്താണ് കാരണം? കേരള സജി മഞ്ഞക്കടമ്പൻ, ആര് വിളിച്ചാലും തരാതരം പോലെ പിന്നാലെ പോകുന്ന സുന്ദരിയായ പെണ്ണായി മാറിക്കഴിഞ്ഞോ കേരള കോൺഗ്രസ്? ഒരിക്കലും അല്ലല്ലോ, ഒരിക്കലും ആരും വിളിച്ചില്ലല്ലോ. ഞങ്ങൾ ആരെയും വിളിച്ചില്ല. ഞങ്ങൾക്കോ CPM വോട്ട് ചെയ്തിരിക്കുന്നു. കേരള കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം ബോധ്യപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിനുള്ള ജനപിന്തുണ ബോധ്യപ്പെട്ടത് കൊണ്ട് CPM ഇന്ന് കോട്ടയത്ത് ഞങ്ങൾ ചരൽക്കുന്നിന് എടുത്ത തീരുമാനം എന്താ? ഞങ്ങളെ UDF വിടുന്നു. ഞങ്ങൾ LDF-ഉമായിട്ട് അല്ലെങ്കിൽ CPM-ആയിട്ട് ഞങ്ങൾ സഖ്യമില്ല, BJP-യോട് സഖ്യമില്ല. ഞങ്ങൾ സമദൂരമാണ് ഞങ്ങളുടെ നിലപാട്. ആ സമദൂരം എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരള കോൺഗ്രസ് മത്സരിച്ചു. ഇത് കേരള കോൺഗ്രസ് മത്സരിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. പൂന്തലവ് പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസിന്റെ മെമ്പർമാർ കൂടി ചേർന്ന് അവിശ്വാസത്തിലൂടെ പുറത്താക്കി. അവിശ്വാസത്തിന് പുറത്താക്കിയതിനു ശേഷം നമുക്കറിയാം, ഇന്ന് ആന്റോ ആന്റണി MP-യുടെ സഹോദരൻ ചാൾസ് ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ വന്ന് ധാരണയുണ്ടാക്കി. ഞങ്ങള് അന്ന് തെറ്റിപ്പറ്റിപ്പോയി. ഇനി അവിടെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോയി അമ്മിയാനി എന്ന് പറഞ്ഞ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് അവർ ഗ്യാരണ്ടി പറഞ്ഞു. അതിന്റെയും എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് ഒക്കെ അവർ വയലേറ്റ് ചെയ്തതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പ്രാദേശികമായി മഞ്ഞക്കടമ്പൻ, മൂന്നിലവ് പഞ്ചായത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവത്തിന് നിങ്ങൾ കോൺഗ്രസിന് കൊടുത്ത തിരിച്ചടിയാണ് നിങ്ങൾ തമ്മിലൊരു കരാർ നിലനിൽക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ധാരണ നിലനിൽക്കെ തന്നെ CPM-ന്റെ പിന്തുണ തേടി നിങ്ങൾ കളിച്ച ഈ കളി. അല്ല, ഞങ്ങൾ പറയട്ടെ, മൂന്നിലവ് പഞ്ചായത്തില് ഏതായാലും നിഷേധിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ കയ്യിൽ എഗ്രിമെന്റ് ഇരിക്കുക. എഗ്രിമെന്റ് കേരള കോൺഗ്രസ് എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് മൂന്നിലവ് പഞ്ചായത്തിലെ അനുഭവത്തിന് ശേഷം ഉണ്ടായതല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത് ഈ വിഷയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിച്ചപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി അതിന്റെ നേതൃത്വവും പറഞ്ഞിരുന്നു, മൂന്നിലവ് പഞ്ചായത്തിലെ വിഷയം കൂടി ഇതോടൊപ്പം പരിഹരിക്കണമെന്ന് പറഞ്ഞു. അത് പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, പരിഹരിക്കാൻ ഒരു ശ്രമം പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായില്ല. അല്ല, മൂന്നിലവ് പഞ്ചായത്തിലെ പ്രശ്നങ്ങൾക്ക് ശേഷമല്ലേ സജി മഞ്ഞക്കടമ്പൻ ഈ ധാരണ ഉണ്ടായത്, ഈ കരാർ ഉണ്ടായത്? അതോ അതിന് മുൻപ്? അതെ, മൂന്നിലവ് പഞ്ചായത്തിലെ വിഷയങ്ങൾക്ക് ശേഷമാണ് ധാരണ ഉണ്ടായത്. അപ്പോൾ ആര് കാണിച്ചതാണ് വഞ്ചന? പറഞ്ഞില്ല. ആ ധാരണ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരുന്നു, മൂന്നിലവ് പഞ്ചായത്തിലെ വിഷയം കൂടി പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ കോട്ടയം ജില്ലയിലെ തന്നെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ, അതുപോലെ ബാങ്കുകളിലൊക്കെ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ ധാരണകൾ പാലിക്കുവാറുണ്ട്. പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റി കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി ഞങ്ങളുടെ കേരള കോൺഗ്രസിന്റെ നേതാവ് സണ്ണി മുരുന്നക്കോട്ട് പ്രസിഡന്റ് ആകട്ടെ മാസങ്ങൾ കഴിഞ്ഞ് യൂത്ത് ഫണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ, ഇതുവരെ കൊടുത്തിട്ടില്ല. അതുണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനിട്ട് ഒരു പണി കൊടുത്തു അല്ലേ? ഒരു പണി കൊടുത്തു എന്നല്ല, പക്ഷെ ഇവിടെ വഞ്ചനയുടെ കാര്യമൊന്നും ആരും പറയണ്ട. ഇവിടെ ആത്മവഞ്ചന കാണിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ എഗ്രിമെന്റ് ലംഘിച്ചു എന്നും പറഞ്ഞ എഗ്രിമെന്റ് എല്ലാവരും ലംഘിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാദേശികമായി അവിടെ ഞാൻ പറഞ്ഞു, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രവർത്തകർക്ക് വികാരമുള്ളവരാ. ആ വികാരം ഇന്ന് കോട്ടയം ജില്ലയിൽ പ്രകടിപ്പിച്ചു. ഇത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമൊന്നുമല്ല. മാനസാർ പറഞ്ഞല്ലോ, ഇത് LDF-ലേക്ക് പോകുന്നതിന്റെ സൂചനയുമല്ല എന്ന് മാനസാർ പറഞ്ഞല്ലോ. വരാം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, DCC-യുടെ അധിക്ഷേപത്തിനുള്ള മറുപടിയായി, മുന്നിലവ് പഞ്ചായത്തിലുണ്ടായ കാലുവാരലിനുള്ള മറുപടിയായി, പിന്നീട് പലയിടത്തും സമയങ്ങളിൽ മാറിത്തരാം എന്ന വാഗ്ദാനം പാലിക്കാത്തതിനുള്ള മറുപടിയായി കണ്ടാൽ മതി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പിടിച്ചടക്കുന്നതിന് വേണ്ടി CPM-ന്റെ വോട്ടുകൾ പിന്തുണയായി ലഭിച്ചതിനെ സ്വീകരിച്ചതിന് എന്നാണ് KM മാണിയുടെ വിശദീകരണം. കേവലം പ്രാദേശിക തലത്തിലുണ്ടായ കോൺഗ്രസിന് നൽകുന്ന ഒരു തിരിച്ചടി എന്ന നിലയിലാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ KM മാണിയുടെ വിശദീകരണം ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം നടത്തിയതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ KM മാണിയും അദ്ദേഹത്തിൻ്റെ മകനും നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല കേരള കോൺഗ്രസ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ചരൽക്കുന്നിൽ കൂടി അവർ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ രാഷ്ട്രീയ തീരുമാനം UDF വിടാനാണ്. UDF വിടുക എന്നുള്ളത് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും BJP-യോടും UDF-നോടും സമദൂരം പാലിക്കുക എന്നുള്ളതാണ് ചരൽക്കുന്ന് ക്യാമ്പിൻ്റെ തീരുമാനം. അതിനുശേഷം
പാർട്ടിക്കകത്ത് ഉയർന്നു വന്നൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയും കരാറുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ പങ്കിടുകയും ചെയ്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് ശ്രീ കെ എം മാണി അന്ന് നൽകിയ വിശദീകരണം, UDF മുന്നണി വിടുന്നുവെങ്കിലും, കേരള കോൺഗ്രസ് മുന്നണി വിടുന്നുവെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് കൂട്ടായിട്ടെടുത്ത തീരുമാനം ഒരു കാരണവശാലും ലംഘിക്കുന്ന പ്രശ്നമില്ല. ആ തീരുമാനമായി മുന്നോട്ട് പോകും. ഇപ്പം കേരള കോൺഗ്രസ് പാർട്ടി കൂടിയതായി ആരും പറയുന്നില്ല, ഉന്നതാധികാര സമിതി കൂടിയതായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ ആര് കൂടി, എവിടെ, എങ്ങനെ, എപ്പോൾ, എന്ത് ചർച്ച ചെയ്തിട്ടാണ് ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചത്? ഇതൊരു ഗ്രാമപഞ്ചായത്തല്ല, ഇതൊരു ബ്ലോക്ക് പഞ്ചായത്തല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അര MLA ആണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ അര MLA, രണ്ട് ജില്ലാ പഞ്ചായത്ത് ചേരുന്നതൊക്കെ ചിലപ്പോൾ ഒരു MLA, ചിലപ്പോൾ 1.5 ചേരുന്ന ഒരു MLA ആയിട്ട് വരാം. അപ്പോൾ ഒരു ജില്ലയിലെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം, ഇവിടെ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് ചില ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടായ കരാർ ലംഘനം ശരിയായിരിക്കാം. അങ്ങനെ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ജോഷി കുര്യൻ പിന്നെ ഈ സ്ഥാനം രാജിവെച്ച് DCC പ്രസിഡന്റായപ്പോൾ ആരാണ് അടുത്ത ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ച് സംയുക്തമായി യോഗം വിളിച്ചുകൂട്ടി അതിൽ ആലോചിച്ച് തീരുമാനമെടുത്തു. അവർ കൂടി സമ്മതിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ യോഗം വിളിച്ചു കൂട്ടുമ്പോൾ ആ യോഗത്തിൽ പറയാം, ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ തനിച്ച് മത്സരിക്കും, കിട്ടാവുന്ന പിന്തുണയൊക്കെ ഞങ്ങൾ സ്വീകരിക്കും, ജയിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അത് രാഷ്ട്രീയ സദാചാരം, മര്യാദ, അതിൻ്റെയൊക്കെ ഭാഗമാണ്. പണ്ട് ആരോമൽ ചേകവർ അംഗം ജയിച്ചിട്ട് മടിയിൽ തളർന്നു കിടക്കുമ്പോൾ കുത്തുവിളക്കുകൊണ്ട് ആഞ്ഞു കുത്തിയ ഒരു ചതിയൻ ചന്തുവിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അവസാനത്തെ അത്താഴവും കഴിച്ചിട്ട് യേശുക്രിസ്തുവിനെ 30 ചില്ലിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത ജൂഡാസിൻ്റെ പരമ്പര ഇവിടെ ആവർത്തിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു ഇത് ചതിയാണ്, വഞ്ചനയാണ്. അപ്പോഴെന്താ കേരള കോൺഗ്രസിൻ്റെ മോൻ ജോസഫ് പറഞ്ഞത്? കോൺഗ്രസ് അങ്ങനെ പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടി അവരെ ചതിച്ചു എന്ന് പറഞ്ഞാൽ, വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഇത് പാർട്ടി അറിഞ്ഞെടുത്തൊരു തീരുമാനമല്ല. അതുകൊണ്ട് 1 or 2 വ്യക്തികൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും പാർട്ടിയുടെ തീരുമാനമല്ലെന്ന് മോൻസ് ജോസഫ് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണത്തിന് മറുപടിയായി പറഞ്ഞുവെങ്കിൽ ഇത് പാർട്ടി എടുത്ത തീരുമാനമല്ലെന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതൽ തെളിവ് വേണോ? ഞാൻ വരാം താങ്കൾ. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശ്രീ എൻ ഷംസീർ, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഇത് പ്രാദേശിക തലത്തിലെ ഒരു അടവ് നയം ആണ് എന്നാണ്. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇടതുപക്ഷത്തേക്ക് KM മാണി വഴി തുറന്നുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, അതിന് നിങ്ങൾ പച്ചക്കൊടി കാണിക്കുകയാണെന്നാണ്. ഇത് പ്രാദേശിക തലത്തിലെ അടവു നയം മാത്രമായി ചുരുക്കിക്കാണാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അല്ല, പ്രാദേശികമായി ഉണ്ടാക്കിയ നീക്കുപോക്കാണ് എന്ന് പാർട്ടി പറഞ്ഞാൽ അത് തന്നെയാണ്. എനിക്കറിയാവുന്ന കാര്യം അത് തന്നെയാണ്. ഒന്ന്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ജോഷി ഫിലിപ്പ്, അദ്ദേഹം DCC പ്രസിഡൻ്റായി പോയി. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ സ്വജനപക്ഷപാതമുണ്ട്. അതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ കടുത്ത അസംതൃപ്തരായിരുന്നു. അദ്ദേഹം ഫണ്ടുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രം കൊണ്ടുപോയി ചെലവ് ചെയ്യുക, ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ എന്തെങ്കിലും ചോദിച്ചാൽ, CPMൻ്റെ ജനപ്രതിനിധികൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും കൊടുക്കാതിരിക്കുക, ഇങ്ങനെ ഏകപക്ഷീയമായ അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഒപ്പം ഏബിൾ എന്ന സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി, ഒപ്പം അവിടുത്തെ ABC പ്രോജക്റ്റ്, ആനുവൽ ബർത്ത് കൺട്രോളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ചില അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ വിഷയങ്ങൾക്കകത്തെല്ലാം കടുത്ത അസംതൃപ്തി CPIMൻ്റെ അവിടുത്തെ അംഗങ്ങൾക്ക് ഈ പറഞ്ഞ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും അവിടുത്തെ ഭരണസമിതിയോടും ഉണ്ടായിരുന്നു. ആ പ്രാദേശിക അസംതൃപ്തിയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അധികാരം, കോൺഗ്രസിനെ മാറ്റി അവിടെ കേരള കോൺഗ്രസ് മാണി എന്ന സംവിധാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടു. UDF വിട്ടാൽ കേരള കോൺഗ്രസ് മാണി കോൺഗ്രസിൻ്റെ കുടിയാന്മാരൊന്നുമല്ല. കോൺഗ്രസിൻ്റെ കുടിയാന്മാരായി പ്രവർത്തിക്കണം എന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരവസരം കിട്ടിയത് അവരെ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച പശ്ചാത്തലത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ മത്സരിച്ചു, കോൺഗ്രസ് മത്സരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺഗ്രസിനെയും BJPയും തോൽപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. ആ നയത്തിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കില്ല, കാരണം ഞങ്ങൾക്ക് 6 മെമ്പർമാരേ ഉള്ളൂ.
കേരള കോൺഗ്രസിന് 6 മെമ്പർമാരുണ്ട്. സ്വാഭാവികമായും ഞങ്ങൾ പിന്തുണച്ചാൽ കേരള കോൺഗ്രസ് ജയിക്കും എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. 3 പേരും മത്സരിക്കുമ്പം, കോൺഗ്രസും കേരള കോൺഗ്രസും മത്സരിക്കുമ്പം, ഞങ്ങളും മത്സരിക്കുമ്പോൾ പിന്നെ കോൺഗ്രസ് ജയിക്കും. അപ്പോൾ കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ടതില്ല എന്ന ഞങ്ങളുടെ പൊതു നിലപാടുണ്ട്. കോൺഗ്രസിനെയും BJP മാറ്റി നിർത്തുക എന്നാണ് ഞങ്ങളുടെ മുഖ്യ ശത്രുക്കൾ ഈ 2 പാർട്ടികളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരള കോൺഗ്രസ് മാണി ഇവിടെ വന്നപ്പോൾ അതിന് താൽക്കാലികമായിട്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയതിനപ്പുറത്തേക്ക് സ്റ്റേറ്റ് തലത്തിലൊന്നും ഇതിന് വ്യാഖ്യാനം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് അത് കെ എം മാണിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഇനി എന്തെല്ലാം അവസരങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? അതിപ്പോൾ നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ? രാഷ്ട്രീയമല്ല, എന്തൊക്കെ നമുക്കിപ്പം പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണോ? കേരള കോൺഗ്രസ് മാണിയെ നോക്കേണ്ട കാര്യം CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. കേരള കോൺഗ്രസ് മാണി ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്നും അവർ നിയമസഭക്കകത്ത് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. നിയമസഭക്കകത്ത് വൈദ്യുതിയും അതുപോലെ വ്യവസായവുമായി ബന്ധപ്പെട്ട ബില്ല് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻ്റെ ഡിമാൻഡബിൾ ഡിസ്കഷൻ്റെ അകത്ത് വോട്ടിങ്ങിന് പോയപ്പോൾ അവർ ഞങ്ങൾക്കെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ഇന്ന് വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ തിരിയും. നിയമസഭ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ 3 പേരായിരുന്നു സഭക്കകത്തുണ്ടായത്. 3 പേര് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു. ശ്രീ ഷംസീർ, താങ്കൾ ഏതായാലും ഈ വിഷയത്തിൽ താങ്കളുടെ പാർട്ടിയുടെ നിലപാട് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. കേരള കോൺഗ്രസ് നേതാവായ KM മാണിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് VS-ന്റെ പ്രതികരണം വന്നത്. അത് തന്നെയാണോ താങ്കളുടെ പാർട്ടിയുടെ അഭിപ്രായം? നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ലാതെ സംശയം എന്താ? സമരത്തിൻ്റെ വഴിക്ക് കേസിൻ്റെ വഴിക്ക് നടക്കും. പ്രാദേശികമായി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ അപ്പുറത്തേക്ക് ഈ തരത്തിലൊരു രാഷ്ട്രീയ നീക്കുപോക്കും ഇല്ല എന്നിവിടെ ഉറപ്പിച്ചു പറയാം. കേസിന്റെ വഴിക്ക് കൂട്ടുകൂടാൻ കഴിയാത്ത ഒരാളാണ് KM മാണി എന്ന നിലപാട് തന്നെയാണോ CPM-നുള്ളത്? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതിൽ പറയാൻ പറയേണ്ടത്. ഈ ചോദ്യം ഗോപി ചോദിക്കേണ്ടത് നാളെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് ചോദിക്കണം. ഞാൻ സംസ്ഥാന കമ്മിറ്റിയുടെ നയം പറയേണ്ട ആളല്ല. നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലക്കാണ്. പാർട്ടിയുടെ നയം പറയാൻ ഉത്തരവാദപ്പെട്ട ആളല്ല ഞാൻ. പാർട്ടിക്ക് നയം പറയാൻ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. പാർട്ടി നയം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. നിങ്ങൾ അത്തരം ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം എൻ്റെ വായിൽ നിന്ന് കിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞേക്കാം. ശ്രീ ഷംസീർ, എനിക്ക് വേണ്ട ഉത്തരം കിട്ടാനല്ല, താങ്കളുടെ പാർട്ടിയുടെ നിലപാട് അറിയാനാണ് ഞാൻ താങ്കളെ വിളിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ പറയുന്നു കേരള കോൺഗ്രസ് നേതാവ് KM മാണിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. മുൻപും VS എടുത്ത നിലപാട് കൂട്ടുകൂടാൻ കഴിയാത്ത ആളാണ് KM മാണി എന്ന് തന്നെയാണ്. വിശുദ്ധനല്ല, ഒപ്പം കൂട്ടാൻ കഴിയാത്ത ആളാണ്, അഴിമതിയുടെ കറ പുരണ്ട ആളാണ് എന്ന നിലപാടെടുത്ത ആളാണ് VS അച്യുതാനന്ദൻ. ആ നിലപാട് ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ എന്ന ലളിതമായ ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ശ്രീ ഷംസീർ, അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വളരെ സ്റ്റാൻഡ് ക്ലിയർ ആണല്ലോ. മാണിക്കെതിരെ നിലപാടിനകത്തൊന്നും ഇപ്പോഴൊരു മാറ്റവും ഇല്ല. ആ നിലപാട് ഇപ്പോഴും തുടരും, അതിൽ മാറ്റമില്ല. VS വളരെ സീനിയർ, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരിൽ വളരെ സീനിയറായ രാഷ്ട്രീയക്കാരനാണ് VS-ന്റെ അഭിപ്രായം പറഞ്ഞു. പാർട്ടി ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അനുകൂലം അഭിപ്രായം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പറയേണ്ടത് ഞങ്ങളുടെ രീതി. VS-ന്റെ അഭിപ്രായം പറയാം. കാരണം VS വളരെ സീനിയർ മോസ്റ്റ് ലീഡറാണ്. ഞങ്ങളൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളാണ്. ജൂനിയറായ ഞങ്ങളൊക്കെ പാർട്ടിയുടെ നയം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. നയം പറയാൻ ചുമതലപ്പെടുത്തിയ ആളുകളുണ്ട്. ചുമതലപ്പെടുത്തിയ ആളുകൾ മാത്രമേ അഭിപ്രായം പറയേണ്ടതുള്ളൂ. എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു. ശരി, എനിക്ക് എൻ്റെ പരിധിക്കകത്തുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. ആ ഉത്തരം ഞാനിവിടെ നൽകി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉത്തരം നിങ്ങൾ കിട്ടുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. അത്തരം ഒരു ഉത്തരം എൻ്റെ ഭാഗത്ത് കിട്ടില്ല. ഞാൻ ഏതെങ്കിലും മുൻവിധിയുടെ പുറത്തിരുന്നു കൊണ്ടല്ല ശ്രീ ഷംസീർ ചർച്ച നടത്തുന്നത്. ഇതിന് മുൻപും ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്ത താങ്കൾക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോൺ പി തോമസ്, ഇവിടെ പരിമിതികൾ ഉണ്ടാകാം. ഒരുപക്ഷെ പാർട്ടിയിലെ ഇളമുറക്കാരായ ആളുകൾക്ക് നയങ്ങൾ പറയാൻ പറ്റില്ല എന്ന AN ഷംസീറിൻ്റെ ആ നിലപാടിനെ നമുക്ക് അംഗീകരിക്കുകയും ചെയ്യാം. ശ്രീ ജോൺ പി തോമസ്, പക്ഷേ ഈ സംഭവങ്ങളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ കേരള കോൺഗ്രസ്സിന് കേവലം പ്രാദേശികമായ ഒരു നീക്കുപോക്കിലൂടെ അവർക്ക് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുക എന്ന ഒരു പ്രാദേശിക താല്പര്യം മാത്രമാണോ KM മാണിയുടെ ഈ നീക്കത്തിന് പിന്നിലുള്ളത്? കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികരണം UDF-ലേക്ക് വരാനുള്ള വാതിൽ KM മാണി തന്നെ അടച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വാതിൽ അടഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മറുഭാഗത്തേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞു എന്നുകൂടി വ്യാഖ്യാനിക്കാൻ കഴിയുമോ? പറഞ്ഞത് കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കുന്നില്ലേ താങ്കൾക്ക്? ജോൺ പി തോമസ്, താങ്കൾക്ക് എന്നെ കേൾക്കുന്നില്ലേ? ജോൺ പി തോമസ്, താങ്കൾക്ക് എന്നെ കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല. ശരി ശരി, ഞാൻ മനസ്സിലാക്കുന്നു. തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇതാണ്. ഇത് കേവലം പ്രാദേശികമായി മാത്രം കണ്ടാൽ മതി. ഇതിനെ മറ്റു വലിയ പരിവേഷങ്ങൾ കൊടുക്കേണ്ട, മറ്റു ദുർവ്യാഖ്യാനങ്ങൾക്ക് നിൽക്കേണ്ട കാര്യമില്ല.
VS തന്നെ പറഞ്ഞു കഴിഞ്ഞു KM മാണിക്കെതിരായ ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്, മറ്റേത് പ്രാദേശികമായ കാര്യങ്ങൾ മാത്രമായി കണ്ടാൽ മതി എന്നാണ്. പിന്നെ എന്തിനാണ് ഉടൻ തന്നെ UDF മാണിക്ക് ഇനി വരാനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കി കൊണ്ടൊരു നിലപാടെടുത്തത്? എന്തുകൊണ്ടാണ് ഇത് കേവലം പ്രാദേശികമായ ഒരു വിഷയമായി മാത്രം കാണാതെ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ വഞ്ചനയാണെന്നും കോൺഗ്രസിനെ അപമാനിക്കാനുള്ള നീക്കമാണെന്നും നിങ്ങൾ വ്യാഖ്യാനിച്ചെടുത്തത്? ഇത് കേവലം പ്രാദേശികമായ ഒരു നീക്കമായിട്ടല്ല കോൺഗ്രസ് കാണുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നിരന്തരമായി വിരുദ്ധാഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയങ്ങളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കാനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ട ഒരു മാർഗമായിരിക്കാം കേരള കോൺഗ്രസുമായിട്ടുള്ളൊരു ബാന്ധവം. എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു പാർട്ടിയിൽ ഒരു ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ ഭാഗമായി നിന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പിന്തുണയ്ക്കണമെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അറിയാതെ ഒരു ജില്ലാ നേതൃത്വം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യമൊന്നും കേരളത്തിലെ പൊതുജന സമൂഹത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അറിയാതെ പ്രാദേശിക നേതൃത്വം എടുത്ത ഒരു തീരുമാനമായി ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അത് കേരളത്തിലെ പൊതുജന സമൂഹം ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. 2, അഴിമതിക്കെതിരെ ശ്രീ VS അച്യുതാനന്ദൻ എന്നും പാർട്ടിക്കകത്ത് പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചുള്ളതാണ്. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ പൗലോസ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 3-4 വർഷക്കാലം KM മാണിയെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു പാർട്ടിയാണ്. ബാർക്കോഴ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൽ നിന്നും വിമുക്തി വരുന്നത് വരെ ആരോപണ വിധേയനാൾ അക്യൂസ്ഡ് തന്നെയാണ്. കൾപ്രിറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അക്യൂസ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായി മാർക്സിസ്റ്റ് പാർട്ടി മാണിക്കെതിരെ ഉന്നയിച്ച ആ ആരോപണങ്ങൾ അത് പിൻവലിക്കുന്നെങ്കിൽ കേരളത്തിലെ പൊതുജന സമൂഹത്തോട് പറയണം, ഇന്നലെ വരെ UDFൽ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ബാർക്കോഴ കേസിൽ അഴിമതിക്കാരെന്ന് വിളിച്ചത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് പറയേണ്ടി വന്നത് UDFന്റെ ഭാഗമായതുകൊണ്ടാണ്. ഇന്ന് UDFനെ എതിർക്കാനും പരസ്യമായി തള്ളിപ്പറയാനും തയ്യാറായ പശ്ചാത്തലത്തിൽ മാണിയോടും കേരള കോൺഗ്രസുമുള്ള നിലപാട് മാറ്റുന്നു എന്ന് മാർക്സിസ്റ്റ് നേതൃത്വം പരസ്യമായി പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ സാധ്യമാകും. മറിച്ച് ഇതൊരു പ്രാദേശിക നേതൃത്വത്തിൻ്റെ തീരുമാനമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയാവുന്ന ആർക്കും ഒരിക്കലും അത് വിശ്വസിക്കാനാവില്ല. ഇത് അറിയേണ്ടവർ അറിഞ്ഞു തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. അല്ലാതൊന്നും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സൃഷ്ടിക്കാൻ അന്ധമായ കോൺഗ്രസ് വിരോധവും BJP വിരോധവും ഒന്നും ഒരായുധമാക്കിയാൽ കേരളത്തിലെ പൊതുജന സമൂഹം അത് അംഗീകരിക്കാൻ. ഞാൻ വരാൻ താങ്കളെ കോട്ടയം മുൻ DCC അധ്യക്ഷൻ ടോമി കല്ലാനി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടോമി കല്ലാനി, ഇത് കേവലം പ്രാദേശികമായ ഒരു വിഷയമായി താങ്കൾ കാണുമോ? കോൺഗ്രസിൻ്റെ മാണി സ്നേഹം കാരണം, മാണി വിഭാഗത്തോടുള്ള അമിതമായ സ്നേഹം കാരണം ഈരാറ്റുപേട്ട സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ട താങ്കൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള മാണി വിഭാഗം ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഈ CPM വോട്ടുകൾ സ്വീകരിക്കാനെടുത്ത തീരുമാനം, ഇതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇവിടെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കല്ല, ഇത് വീക്ഷിക്കുന്ന, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും അത് കാണാൻ കഴിയില്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയ്ക്ക് അപ്പുറത്തൊരു ലോകം അവർക്കില്ല. അവർക്ക് ദേശീയവും അന്തർദേശീയവുമായി എല്ലാം അടങ്ങുന്ന കോട്ടയം ജില്ലയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോട്ടയം ജില്ലയിൽ ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നടത്തിയ അവിഹിത ബാന്ധവം രാഷ്ട്രീയ ധർമ്മത്തിന് യോജിച്ചതല്ല, രാഷ്ട്രീയ സദാചാരത്തിന് യോജിച്ചതല്ല, ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റിന് പോലും യോജിച്ചതല്ല എന്ന് വ്യക്തമായി പറയട്ടെ. ഈ മൂന്നിലവ് പഞ്ചായത്തിൽ നിങ്ങൾ സ്വീകരിച്ചത് ഇതിനൊക്കെ യോജിച്ചതാണോ?
മൂന്നിലവ് പഞ്ചായത്തിൽ എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? മൂന്നിലവ് പഞ്ചായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജെയിംസ് ആന്റണി, അദ്ദേഹം മത്സരിച്ച് ജയിച്ച സീറ്റാണ്. ആ സീറ്റിൽ അദ്ദേഹത്തിന്റെ ആകസ്മികമായ നിര്യാണം മൂലം ഒരു ബൈ ഇലക്ഷൻ വന്നു. ആ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി. കേരള കോൺഗ്രസ് CPM-ഉം BJP അടക്കമുള്ള കക്ഷികളുമായി അന്നേ മുതൽ രഹസ്യ ബന്ധം പുലർത്തി അവിടെ ജയിച്ചു. അതുതന്നെയാണ് മീനച്ചിൽ താലൂക്കിലെ പാലാ നിയോജക മണ്ഡലത്തിലെ മുത്തോലി പഞ്ചായത്തിൽ നടന്നത്. മുത്തോലി പഞ്ചായത്തിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റ് ശ്രീ രാജൻ ബോസ് എന്ന നേതാവ് അവിടെ CPM-ന്റെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ജയിച്ചു. അദ്ദേഹത്തിന്റെ നിര്യാണം മൂലമുണ്ടായ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായും CPM കേരളം ഭരിക്കുമ്പോൾ, LDF കേരളം ഭരിക്കുമ്പോൾ ആ സീറ്റിൽ CPM ജയിക്കേണ്ടതാണ്. കാരണം അവിടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? കേരള കോൺഗ്രസ് CPM-ഉമായിട്ട് ബന്ധമുണ്ടാക്കി, BJP-ആയിട്ട് ബന്ധമുണ്ടാക്കി. CPM-ന് കിട്ടിയത് 31 വോട്ടാണ്. അവരുടെ സിറ്റിംഗ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM-ന് LDF-ന് 31 വോട്ടാണ് കിട്ടിയത്. BJP കിട്ടിയത് 20 താഴെ വോട്ടാണ്. നിസാര വോട്ടുകൾക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലാ നിയോജകമണ്ഡലത്തിൽ തോറ്റത്. അത് ആരോടാണ് തോറ്റത്? കേരള കോൺഗ്രസും CPM-ഉം BJP-യും അടങ്ങുന്ന അവിഹിത കൂട്ടുകെട്ടിനോട് കോൺഗ്രസ് നിസാരമായി തോറ്റു. ഞങ്ങൾ സമ്മതിക്കുന്നു. അല്ലാതെ അവിടെ ചതിയും വഞ്ചനയും ഒന്നും നടന്നിട്ടില്ല. ഇവിടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് നടന്ന എന്താ? ഏപ്രിൽ 3-ന് കേരള കോൺഗ്രസ് UDF വിട്ടതിനു ശേഷം കേരള കോൺഗ്രസിന്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഒന്നിച്ചിരുന്നെടുത്തൊരു തീരുമാനം, ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതൃത്വവും അറിഞ്ഞൊരു തീരുമാനം, ആ തീരുമാനം ഒപ്പിട്ട തീരുമാനം. അതിനൊക്കെയല്ലേ നമ്മൾ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് താങ്കളിലേക്ക് ശ്രീ ജോൺ പി തോമസ്, എന്തെല്ലാം രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്നതാണ് ഈ CPM പിന്തുണയോടെയുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ കെ മാണി വിഭാഗത്തിന്റെ വിജയം? കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണമാണ് കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്ന കോട്ടയത്ത് ഇപ്പോൾ മുൻധാരണകളെല്ലാം ലംഘിച്ചുകൊണ്ട് CPM-ഉമായി യോജിച്ച് അല്ലെങ്കിൽ അവരുമായി ഒരു ധാരണയുണ്ടാക്കി അവരുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പം മാണി ഗ്രൂപ്പിന് ലഭിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പൊതുവായ സമൂഹത്തിൽ വരുന്നത് KM മാണി ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്നൊരു ധാരണയാണ്. പക്ഷേ ഇതിനകത്തൊരു വിഷയമെന്ന് പറഞ്ഞാൽ LDF-നെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മാണി ഗ്രൂപ്പിനെതിരെ ഇടതു മുന്നണി അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPM-ഉം ഉന്നയിച്ച കുറേ ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തെ ഇനി എന്ത് പറഞ്ഞാണ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് എന്നൊരു പ്രധാന പ്രശ്നമായിരിക്കും ഇടതുമുന്നണി അഭിമുഖീകരിക്കുന്നത്. അതേസമയം എൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കും. ആ മൈലേജ് എന്ന് പറഞ്ഞിരുന്നാൽ, ഒന്ന്, ഈ മാണി ഗ്രൂപ്പ് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ UDF-ൻ്റെ ഭാഗമാകരുത് എന്ന് ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം അവർക്ക് നിലനിർത്താൻ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നീക്കം സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി പ്രത്യേകിച്ച് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാണി ഗ്രൂപ്പ് UDF-ലേക്ക് വരുന്നു, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ചില നീക്കങ്ങൾ ലീഗിൻ്റെ ഭാഗത്ത് നടക്കുന്നു എന്നൊരു സൂചന വന്നപ്പോഴാണ് ഇപ്പോൾ കോട്ടയത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ CPM-ൻ്റെ പിന്തുണയോടുകൂടി മാണി ഗ്രൂപ്പ് അവിടെ വിജയിച്ചതോടുകൂടി ഇപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വളരെ സജീവമായിട്ട് മാണി ഗ്രൂപ്പിനെതിരെ രംഗത്ത് വന്നു. പൊതുവെ മാണി വിഭാഗത്തോട് ഒരു സോഫ്റ്റ് കോർണർ സ്വീകരിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ ഭാഷയിലാണ് ഇത് കുതിരക്കച്ചവടമാണ്, ഇത് മാണി UDF-ലേക്കുള്ള വാതിൽ അടച്ചു, മാണി തന്നെയാണ് അടച്ചത് എന്നുള്ള വിമർശനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞിരുന്നാൽ അടുത്ത സമയത്തൊന്നും ഇനി മാണി ഗ്രൂപ്പിന് UDF-ലേക്കുള്ള വഴി അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഒരു കാരണവശാലും VS അച്യുതാനന്ദനും CPI-യുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് മാണി ഗ്രൂപ്പിന് LDF ചെല്ലാനും കഴിയില്ല. യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പ് UDF-നും LDF-നും ഇല്ലാതെ എന്നാൽ LDF-ന് പരോക്ഷമായി ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കേരളം അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നീങ്ങാൻ പോകുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ എൻ ഷംസീർ, ഇപ്പോൾ വേണ്ട 2019 ആകുമ്പോഴേക്കും UDF-ലേക്ക് KM മാണി വിഭാഗം പോകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കവും അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നടപടികളെ പരസ്യമായി വിമർശിച്ച് നിങ്ങളെ പലതരത്തിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന CPI-ക്ക് ഒരു താക്കീതും, ഇങ്ങനെ
പല നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഭരണം മാണിക്ക് കൊടുക്കാൻ വേണ്ടി നൽകപ്പെട്ട CPM വോട്ടുകളുടെ പിന്നിലെ രാഷ്ട്രീയത്തെ, അതിൻ്റെ ഒരു ഭാഗമാണ് ജോൺ പി തോമസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. CPM-ഉം CPI-യും രണ്ട് പാർട്ടികളാണ്. രണ്ട് പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണല്ലോ. രണ്ട് രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ. ഇപ്പോൾ ഒരു പാർട്ടിക്കകത്ത് രണ്ട് അഭിപ്രായം ഉണ്ടാവില്ല. അപ്പോൾ നല്ല രണ്ട് പാർട്ടികൾക്കകത്ത് അഭിപ്രായമില്ല. പക്ഷെ പൊതുവിൽ ലെഫ്റ്റിന് യോജിക്കാവുന്ന കാര്യങ്ങൾക്കകത്ത് യോജിച്ചു പോകും. ഞങ്ങൾ CPM-ഉം CPI-യും തമ്മിൽ എന്തോ തർക്കമുണ്ടാക്കി ഈ മുന്നണി പൊളിച്ച് CPI പോകുന്ന രീതിയിലേക്കും ചർച്ച ചെയ്യേണ്ട. CPM-ഉം CPI-യും വളരെ യോജിപ്പിലെത്തും. എന്നാൽ അഭിപ്രായങ്ങൾ പറയേണ്ട ഘട്ടത്തിൽ രണ്ട് പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ട. തിരക്കഥ രചിക്കാൻ പോകണ്ട. ആ തിരക്കഥ രചിച്ചാൽ ആ സിനിമ ബോക്സ് ഓഫീസ് തന്നെ പൊട്ടിപ്പോകും. CPM-ഉം CPI-യും വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ഐക്യത്തോടെ തന്നെ പോകുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി രണ്ട് പാർട്ടികളാകുമ്പോൾ അഭിപ്രായം രണ്ട് പാർട്ടികൾക്കും രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട്. സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾക്കകത്ത് അഭിപ്രായങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ലെഫ്റ്റ് പൊതുവിൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ യോജിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ലെഫ്റ്റ് പരസ്പരം ഏറ്റുമുട്ടി പോകുമെന്ന രീതിയിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിരാശരാകേണ്ടി വരും എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാണിക്കെതിരെ അഴിമതിക്കെതിരെ ഫൈറ്റിനകത്തൊന്നും ഒരു മാറ്റവും ഇപ്പോഴുമില്ല. നിങ്ങൾ കാണേണ്ടത് ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് ഞങ്ങളുടെ മുഖ്യശത്രു കോൺഗ്രസ്സാണ്. ഇവിടെ ഈ പറയുമ്പോൾ നിങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങളെപ്പോലെ വിശാല മനസ്സുള്ള പാർട്ടി വേറെ ഏതാ? ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഈ രാജ്യത്തെയും തന്നെ പല ഘട്ടങ്ങളും തകർത്ത പാർട്ടിയാണല്ലോ കോൺഗ്രസ് ആണല്ലോ സാമ്പത്തിക നയം കൊണ്ടുവന്നത്. പക്ഷേ BJP എന്ന മഹാവിപത്തിനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 2004 UPA എന്ന മുന്നണി രാഷ്ട്രീയം പഠിപ്പിച്ചത് ഹർകിഷൻ സിംഗ് സുർജിത്ത്. അതിപ്പോൾ ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഫാക്റ്റ് അതാണ്. അന്ന് ഞങ്ങൾ 60 പേരുണ്ടായിരുന്നു ലെഫ്റ്റ്, 64 പേരുണ്ടായിരുന്നു ലെഫ്റ്റ്. ആ ലെഫ്റ്റ് അഭിപ്രായ വ്യത്യാസം മാറ്റി നിർത്തിയിട്ടും BJP മാറ്റി നിർത്തി ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടില്ലേ? അതിനർത്ഥം ഞങ്ങൾ തമ്മിൽ ധാരണയായിരുന്നു? അല്ലല്ലോ. അതുപോലെ ഇവിടെ ഇപ്പം ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൻ്റെ പിടിപ്പുകേട്, സ്വജനപക്ഷപാതം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, ഞങ്ങളുടെ മെമ്പർമാരോട് കാണിക്കുന്ന ഒരുതരം കടുത്ത അനീതി, ഇതിലെല്ലാം മനമെടുത്ത മെമ്പർമാർ അവരെടുത്തൊരു തീരുമാനം, പ്രാദേശികമായിട്ടെടുത്ത തീരുമാനം. ആ തീരുമാനത്തിനപ്പുറത്തേക്ക് വേണ്ടാത്ത രീതിയിലേക്കൊന്നും കാണണ്ട. ABC പ്രോജക്റ്റിൻ്റെ അഴിമതി, ഏബിൾ സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി, ജോഷി ഫിലിപ്പിൻ്റെ ധിക്കാരത്തോടുള്ള ആ മണ്ഡലങ്ങൾക്കകത്ത് മാത്രം കൊണ്ട് കാശ് നീക്കിവെക്കുന്ന രീതി, ഈ രീതിയോടെല്ലാമുള്ള നമ്മുടെ മെമ്പർമാരുടെ അതൃപ്തി അവർ പ്രകടിപ്പിച്ചു. കോൺഗ്രസിനെ മാറ്റി പകരം കേരള കോൺഗ്രസ് മാണി വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണിയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ് ഞങ്ങൾ ഉയർത്തി കാണിച്ചത്. അപ്പോൾ അതിനെതിരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായപ്പം അതിനെ പിന്തുണച്ചതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായ മുന്നണിയോ ധാരണയോ അല്ല. അത് വളരെ ക്ലിയർ ആയി തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് KM മാണിയുടെയും മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്നാണല്ലോ അദ്ദേഹത്തിന്റെ ഈ വാചകങ്ങളിലൂടെ എല്ലാം പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ വഞ്ചന കാണിച്ചിട്ടുള്ളത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് മലർന്നു കിടന്ന് തുപ്പരുത് എന്നെല്ലാം പറയാവുന്നതിന്റെ പരമാവധി വാക്കുകൾ എടുത്ത് അദ്ദേഹം കോൺഗ്രസ് വിരോധം പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ. ശ്രീ എൻ ഷംസീർ, രാഷ്ട്രീയമായി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇപ്പോൾ സ്വയം പരുവപ്പെട്ടു എന്ന സന്ദേശം മാണി നിങ്ങൾക്ക് നൽകി കഴിഞ്ഞല്ലോ. പൊളിറ്റിക്സിനകത്ത് നിങ്ങൾ കാണേണ്ടത് ശാശ്വതമായ ശത്രുക്കളില്ല. രാഷ്ട്രീയം മാറി മാറി വരും. രാഷ്ട്രീയത്തിനകത്ത് എല്ലാ കാലത്തും ഒരാൾക്ക് ശത്രുവും മിത്രമായി നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയും അതുപോലെ ഈ രാജ്യത്തെ നവലിഫല നയങ്ങൾ നടപ്പിലാക്കിയും ഈ രാജ്യത്തെ തകർക്കാൻ കൂടുന്ന കോൺഗ്രസിന് BJP എന്ന മഹാവിപത്തിനെ മാറ്റി നിർത്താൻ പിന്തുണച്ചവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയത്തിനകത്ത് ശാശ്വതമായ ശത്രുവും ശാശ്വതമായ മിത്രവും ഇല്ല. രാഷ്ട്രീയത്തിനകത്ത് ഓരോ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ആ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഓരോ തരത്തിലുണ്ടാക്കുന്ന നീക്കുപോക്കുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ വിഷയത്തിനകത്ത് മാണിയുമായി എന്തെങ്കിലും തരത്തിൽ ധാരണയോ നീക്കുപോക്കോ ഉണ്ടാക്കുന്ന പ്രശ്നം വരുന്നില്ല, മുന്നണി ഉണ്ടാക്കുന്ന പ്രശ്നമില്ല. പക്ഷേ രാഷ്ട്രീയം എങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ സ്വാഭാവികമായും കേരളത്തിലും അത് കോട്ടയത്തും ഇന്ത്യയിലും എല്ലാം അലയടിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഞങ്ങളുടെ നിലപാടിനകത്ത് മാണിയോടും ശാശ്വതമായ ശത്രുതയില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. അങ്ങനെയല്ലേ ഷംസീർ? ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ നീക്കുപോക്കോ ധാരണയല്ല. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യ ശത്രുവിനെ മാറ്റി നിർത്താനുണ്ടാക്കിയ അവിടുത്തെ പ്രാദേശികമായ നീക്കുപോക്ക് മാത്രമാണ്. പ്രാദേശികമായ നീക്കുപോക്കെന്ന് ഒരിക്കൽ കൂടി ഞാൻ അടിവരയിടുന്നു. ആ പ്രാദേശികമായ നീക്കുപോക്കിലേക്ക് ഞങ്ങളുടെ അംഗങ്ങളെ പ്രേരിപ്പിച്ച കാരണങ്ങൾ ഞാൻ 1, 2, 3 എന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഈ കാരണങ്ങളാണ് അവർ ഈ സംസ്ഥാന തലത്തിലും നിങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് തന്നെയാണ്. സംസ്ഥാന തലത്തിലും നിങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് തന്നെയാണ്. സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെയാണ്, ഒരു സംശയം വേണ്ട കോട്ടയത്ത്. ആ കോൺഗ്രസിനോടുള്ള ശത്രുത കെ.എം. മാണിയും പ്രകടമാക്കി കഴിഞ്ഞു. പിന്നെ രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാമെന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു. അതിനെയാണ് ഞാൻ ഒറ്റവാചകത്തിൽ ചോദിച്ചത്, കെ.എം. മാണിയോട് ശാശ്വതമായ ശത്രുത പുലർത്തേണ്ട സാഹചര്യമില്ല എന്നാണ് താങ്കൾ പറഞ്ഞതെന്ന്. അങ്ങനെയല്ലേ? അതിപ്പോ ഞങ്ങൾ ഈ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ സാധിക്കില്ല ഗോപി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ശരി, നാളെയോ മറ്റന്നാളോ 6 മാസം കഴിഞ്ഞ് ഉണ്ടാകുന്ന നയത്തിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ തിരുവനന്തപുരത്ത് റോട്ടിൽ വെള്ളത്തിന് ഞാൻ കണ്ണൂരിനെ മുണ്ടുപൊക്കി പിടിക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. പക്ഷേ തിരുവനന്തപുരത്ത് റോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയാൽ മാത്രം മുണ്ടുപൊക്കിയാൽ മതി, അല്ലെങ്കിൽ ലേശം മുണ്ടുവർത്തി പിടിച്ചാൽ മതി. അല്ലാതെ ഞാൻ കണ്ണൂരിനെ മുണ്ടുവർത്തി പിടിച്ചു വരേണ്ട കാര്യമില്ല. രാഷ്ട്രീയം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഹൈപ്പോത്തറ്റിക്കൽ ആണ്. തിരുവനന്തപുരത്ത് വെള്ളമുണ്ടെന്ന് ഞാൻ താങ്കളോട് പറയുകയായിരുന്നു. ഉത്തരം പറയാം. തിരുവനന്തപുരത്ത് വെള്ളമുണ്ടെന്ന് ഞാൻ താങ്കളോട് പറയുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യന് വളരെ വളരെ പ്രസക്തിയുണ്ട്. ശ്രീ എൻ ശംസീർ, എന്നേക്കാൾ നന്നായി താങ്കൾക്ക് അറിയാമല്ലോ. അത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ ഞാൻ സാധിക്കില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പല കാര്യങ്ങൾക്കകത്തും ഇവിടെ ഉയർന്നു വന്ന ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ കേരള കോൺഗ്രസും എല്ലാം ബായിമാരായിരുന്നല്ലോ. ശരി, ഈ റിസൾട്ടിന്റെ ഈ പറയുന്ന കോട്ടയത്തെ ജില്ലാ പഞ്ചായത്തിനകത്ത് മാറ്റമുണ്ടായതിനു ശേഷം അവർ ഞങ്ങളുടെ സ്വീകരിച്ച നിലപാടെന്താ? വോട്ട് വന്നപ്പോ ഞങ്ങൾക്കെതിരായ നിലപാടാണ്. സ്റ്റീഫൻ ജോർജ്, യഥാർത്ഥത്തിൽ എന്താണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രശ്നം? ശ്രീ സ്റ്റീഫൻ ജോർജ്, എന്താണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ CPM-ന്റെ പിന്തുണ തേടി ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ ഉള്ളൊരു നീക്കത്തിന് നിങ്ങൾ നിന്നുകൊടുത്തത്? എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ അതിൽ കാണുന്നത്? ഞങ്ങൾ CPM-ൻ്റെയും ആരുടെയും പിന്തുണ തേടിയില്ല കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ. ഞങ്ങൾ ഒരു ഇടതുപക്ഷ മുന്നണിയിലോ വലതുപക്ഷ മുന്നണിയിലോ ഇല്ലാത്ത നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളായിട്ടല്ല കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. അല്ല, ഈ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസുമായി ഉണ്ടാക്കിയ ആ ധാരണ അപ്പോൾ മറന്നുപോയോ? ഏപ്രിൽ 3 ഉണ്ടാക്കിയ ആ ധാരണ കേൾക്കാൻ വയ്യ കേട്ടോ. ഏപ്രിൽ 3 നിങ്ങൾ ഉണ്ടാക്കിയ ധാരണ നിങ്ങൾ മറന്നുപോയോ സ്റ്റീഫൻ ജോർജ്? എനിക്ക് സത്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന കേൾക്കാൻ വയ്യ. സാരമില്ല, താങ്കൾ പറയൂ. താങ്കൾ പറയൂ സ്റ്റീഫൻ ജോർജ്. ചോദ്യം കേൾക്കാൻ വയ്യ. ശരി, താങ്കൾ പറയൂ സ്റ്റീഫൻ ജോർജ്. എനിക്ക് കേട്ടുകൂടാ, അതാണ് പ്രശ്നം. ശരി, ഞാൻ വരാം താങ്കളെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഏതായാലും എൻ ശംസീർ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. ഇപ്പോഴൊരു സാഹചര്യമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രാദേശിക തലത്തിലുള്ള നീക്കുപോക്കുകൾ മാത്രമാണ്. ഭാവിയിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എങ്ങനെയും രൂപപ്പെടാം. ഏതായാലും കോൺഗ്രസ് ആണ് മുഖ്യശത്രുവിനെ നേരിടാൻ വേണ്ടി ചില നീക്കുപോക്കുകൾ, കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം. ആ കൂട്ടുകെട്ടിനുള്ള ഒരു എളിയ തുടക്കമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ള സംഭവങ്ങൾ. കോൺഗ്രസ് മുൻപൊരിക്കൽ CPM-നെതിരെ ശക്തമായ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ CPI നടത്തിയപ്പോൾ KPCC അധ്യക്ഷൻ MM ഹസൻ തന്നെ പറഞ്ഞതാണ് CPIയുടെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന്. അന്ന് മുതൽ ആ നിലയ്ക്കും ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. CPIക്ക് മറുകണ്ഠം ചാടാനുള്ള സമയമായോ എന്ന രാഷ്ട്രീയമായ ചില അഭ്യൂഹങ്ങൾ, ചില ഹൈപ്പോത്തറ്റിക്കൽ സംശയങ്ങൾ, ചോദ്യങ്ങൾ ആ നിലയ്ക്ക് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇടതുമുന്നണി KM മാണിയെ അല്ലെങ്കിൽ KM മാണി ഇടതുമുന്നണിയെ കണ്ണുവെക്കുന്നതിലൂടെ കോൺഗ്രസ് ഈ പുതിയ നീക്കത്തെ, ഈ രാഷ്ട്രീയത്തെ എങ്ങനെ മറികടക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള സ്ട്രാറ്റജി? ഗോപികൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഷംസീർ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ആ കാര്യം ഗോപികൃഷ്ണൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരു MLA എന്നുള്ള നിലയ്ക്കാണ്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലയ്ക്കല്ല. പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പാർട്ടിയെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കണം. അപ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്കുള്ള മാത്രം കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നിവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിൽ എന്താ തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തിനും അറിയില്ല എന്നുള്ളതെന്ന് അതിൽ നിന്ന് സുവ്യക്തമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ മുഖ്യശത്രു മാർക്സിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങളുടെ മുഖ്യശത്രു BJP ആണ്. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളുടെയും വിശാലമായ കൂട്ടായ്മയാണ് ഞങ്ങൾ ലക്ഷ്യം. അതിലെന്തെങ്കിലും ഒരിക്കൽ മാർക്സിസ്റ്റ് പാർട്ടിയും എത്തിച്ചേരേണ്ടവരാണ്. പിന്നെ അവർ എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങളുടെ സാമ്പത്തിക നയത്തിലൊന്നും ഞങ്ങളൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല.
ഞങ്ങളാണ് 1992 ആഗോളവൽക്കരണം കൊണ്ടുവന്നത്, ഉദാരവൽക്കരണം കൊണ്ടുവന്നത്, സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നത്. ആ സാമ്പത്തിക നയങ്ങളിലൊന്നും ഒരു മാറ്റവുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെ പിന്തുണയ്ക്കാൻ വന്നതും ഞങ്ങളുടെ പിന്തുണ നേടി സോംനാഥ് ചാറ്റർജി ഇന്ത്യയുടെ സ്പീക്കറാക്കിയതും ഞങ്ങളുമായി ഭരണം എല്ലാ തലത്തിലും അറിഞ്ഞും അറിയാതെയും ഒക്കെ പങ്കുവെച്ചത്. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ബംഗാളിൽ ഞങ്ങളുമായിട്ട് ഇവർ ഐക്യം ഉണ്ടാക്കിയത്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുകൊണ്ട് ഇവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി 2009 പോയതിനു ശേഷവും 5 കൊല്ലക്കാലം ഞങ്ങൾ ഇന്ത്യ ഭരിച്ചു, ഇവരുടെ സഹായവും ഔദാര്യമില്ലാതെ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്താനുള്ള ശക്തിയൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതൊക്കെ വെറും കടലാസ് പുലികളായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ആ ഭീഷണിയൊന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിലെ പ്രശ്നത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ശ്രീ അച്യുതാനന്ദൻ എടുത്തുള്ള നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചെടുത്തൊരു തീരുമാനമല്ലെന്ന് ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ പരസ്യമായി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരള കോൺഗ്രസിനെ രണ്ടാക്കി അമിതമായ പ്രാധാന്യം കൊടുത്ത് ഒരു ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി അവർക്ക് മത്സരിക്കാൻ 4 സീറ്റുകൾ, പരമപ്രധാനമായ സീറ്റുകൾ കൊടുത്ത് അവരെ ഇടതുപക്ഷം അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ഇന്ന് അവര് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയതുമില്ലെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുറംപോക്കിലാണ് ആ കേരള കോൺഗ്രസ് കിടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവർ മുന്നണിയുടെ ഭാഗമാകാൻ അപേക്ഷ കൊടുത്ത് ക്യൂ നിന്നിട്ട് ഇന്ന് വരെ കണ്ട ഭാവം പോലും കേരള കോൺഗ്രസിനെ അവർ നടിച്ചിട്ടില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യമുന്നണിയെ ദുർബലപ്പെടുത്താൻ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാക്കി കുറെ ആളുകളെ കൊണ്ടുപോയി അവരെ വഴിയാധാരമാക്കിയെന്ന് പറയാം. അതുപോലെ ശ്രീ KM മാണിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനിയും കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF-നകത്ത് ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ആർക്കെങ്കിലും മുന്നണി ഇവിടെ വിടാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RSP ഇടതുമുന്നണി വിട്ട് ഞങ്ങളോടൊപ്പം വന്നില്ലേ? അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മറ്റേ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ? അപ്പൊ സ്വാഭാവികമായി ഇതൊന്നും ഞങ്ങൾ കരുക്കൾ നീക്കിയിട്ടല്ല സംഭവിച്ചത്. അവരൊക്കെ സ്വമേധയാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങളോടൊപ്പം വന്നതാണ്. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ UDF-ൽ കൊണ്ടുവരാനോ എന്തെങ്കിലും അത്തരം ഒരു നീക്കം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ഇടതുമുന്നണി വിടണമെന്ന് തോന്നിയാൽ അവരിങ്ങോട്ട് വന്നാൽ ഒരു അയിത്തമൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇവിടെ ഇടതുപക്ഷത്തേക്ക് പോകാൻ കേരള കോൺഗ്രസ് എം സജ്ജമായി കഴിഞ്ഞു എന്ന് വ്യക്തമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ അത്തരമൊരു സാധ്യതയ്ക്ക് അവസരമൊരുക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ CPM-ന്റെ പിന്തുണ തേടിയ ഈ തീരുമാനം പാർട്ടിയുടെ ഏത് തലത്തിൽ ചർച്ച ചെയ്തെടുത്തതാണ്? ഞങ്ങൾ CPM-ന്റെ പിന്തുണ തേടാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ നടത്തിയില്ല. അങ്ങനെയെങ്കിൽ LDF-ന്റെ മുഴുവൻ CPM-നെ എല്ലാം സംസാരിക്കണമല്ലോ. ഞങ്ങൾ ആരോടും അക്കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് എന്ന ഒരു മുന്നണിയുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ അല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ പിന്തുണ പിൻവലിച്ചതല്ല. അതാദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഞങ്ങളുടെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വ്യത്യാസം കാണിച്ചെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിച്ചാൽ ആ ഇലക്ഷൻ ഉണ്ടാകുക. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ പിന്തുണ പിൻവലിച്ചത് കൊണ്ടല്ല. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാറിയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ എറൈസ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരള കോൺഗ്രസ് ചെന്നപ്പോൾ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന പാർട്ടി, ഞങ്ങൾ ഒരു മുന്നണിയും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ഒരു നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ മത്സരിച്ചു. ഞങ്ങൾ CPM വോട്ട് ചെയ്തു, ഞങ്ങൾ ജയിച്ചു. കോൺഗ്രസ് വോട്ട് ചെയ്താൽ അത് ഞങ്ങൾ സ്വീകരിക്കും. സ്റ്റീഫൻ ജോർജ്, അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടിയുടെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ എതിർപ്പ് പറഞ്ഞില്ലല്ലോ. അതിനുശേഷം ഏപ്രിൽ 3 നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പരസ്പരം ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് പിന്തുണച്ചേക്കാം എന്നാണല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ അവസാന നിമിഷം? ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് നേതാക്കൾ രാവിലെ മുതലേ ഞങ്ങളെ ചതിയന്മാരും മോശക്കാരുമായിട്ട് ചിത്രീകരിക്കുക. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിന് ശേഷം പുറത്തു വന്ന് സംസാരിക്കുന്ന പോലെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും സംസാരിക്കുന്നത്. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല. സണ്ണി പാമ്പാടിയെ പ്രസിഡന്റാക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, കോൺഗ്രസ് തന്നെയാണ് സണ്ണി പാമ്പാടി ചതിച്ചത്. 4-ാം തീയതി എഗ്രിമെൻ്റ് ഉണ്ടാക്കിയില്ല. നിങ്ങൾ ഓർക്കണം, സാധാരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് ജയിക്കുന്നവർ തമ്മിലല്ല, എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന പാർട്ടിയുടെ ഭാരവാഹികൾ തമ്മിലാണ്.
കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റും കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റും തമ്മിലാണ് ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഇല്ല. ഇത് എഗ്രിമെൻ്റ് അല്ല. അവിടെ ശ്രീ ജോഷി രാജിവെക്കുമ്പോഴുള്ള UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ചില തീരുമാനം എടുക്കുന്നു. അതിനെ കേരള കോൺഗ്രസ് മെമ്പർമാരോട് ഒപ്പിടുന്നു. പക്ഷേ എന്തുണ്ടായി? അതിനുശേഷം കോട്ടയം DCC യോഗം ചേർന്ന് കേരള കോൺഗ്രസിനെ അസഭ്യം പറയുന്നു, പുലഭ്യം പറയുന്നു, കേരള കോൺഗ്രസിനെ ഇകഴ്ത്തി സംസാരിക്കുന്നു, കേരള കോൺഗ്രസിന് ശക്തിയില്ലെന്ന് പറയുന്നു, കേരള കോൺഗ്രസിനെ UDFിലേക്ക് ഇനി കൊണ്ടുവരേണ്ടതില്ലെന്ന് പറയുന്നു. അങ്ങനെ കേരള കോൺഗ്രസിനെ കുറിച്ച് പറയാവുന്ന എല്ലാ മോശമായ ഭാഷകളും സംസാരിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഓർക്കേണ്ട കാര്യം, ഞങ്ങളല്ല ആദ്യം വാക്ക് മാറിയത്. ഇതിനു മുമ്പ് തന്നെ മൂന്നലവ് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു. അവിടെ എഗ്രിമെൻ്റ് ഇല്ല, തെരഞ്ഞെടുപ്പാണ്. എഗ്രിമെൻ്റ് പഞ്ചായത്ത് പ്രസിഡൻഷിപ്പിനാണ്. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചപ്പോൾ അതിൻ്റെ പ്രതികാരം എന്ന നിലയിൽ കോൺഗ്രസ് എന്താ ചെയ്തത്? ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെ CPM-മായി ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് താഴെ ഇറക്കി. ഈ മൂന്നിലവ് പഞ്ചായത്തിന്റെ വിഷയം പറയുമ്പോൾ അവിടെ പ്രാദേശികമായ വിഷയമായിരുന്നില്ലേ സ്റ്റീഫൻ ജോർജ്? പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടമല പാറമട ഖനനം സംബന്ധിച്ച് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ജനവികാരം എതിരാവുകയും അത് തികച്ചും പ്രാദേശികമായ ഒരു വിഷയത്തിൽ വിഭജിക്കപ്പെട്ടു പോയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വന്നതല്ലേ മൂന്നിലവ് പഞ്ചായത്തിൽ സംഭവിച്ചത്? അതും ഇതും തമ്മിൽ നിങ്ങൾ എന്തിനാ താരതമ്യം ചെയ്യുന്നത്? അത് നിങ്ങൾക്കൊരു തെറ്റുപറ്റി. അത് മൂന്നിലവ് പഞ്ചായത്തല്ല, അത് രാമപുരം പഞ്ചായത്താണ്. ഞാൻ പറയുന്നത് മൂന്നിലവ് പഞ്ചായത്തിനെ കുറിച്ച്. അവിടെ പാറമടയുടെയും കോട്ടമലയുടെയും ഒന്നും പ്രശ്നം അവിടെ ഇല്ല. കോട്ടമല രാമപുരത്താണ്. ഇതല്ല പ്രശ്നം. ഇത് അവിടുത്തെ പ്രശ്നം. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു. ശ്രീ ആൻ്റണി MP-യുടെ അനിയനോടെ മെമ്പറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വന്നത്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളോടുള്ള പ്രതികാരം എന്ന നിലയിൽ കോൺഗ്രസ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെ താഴെ ഇറക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം 15 ദിവസം കഴിഞ്ഞ് വീണ്ടും വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷൈൻ പാറയിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിൽ വന്ന് 2.5 മണിക്കൂർ സംസാരിച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പഞ്ചായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, കേരള കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്ക് വിപ്പ് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് പോയില്ല. അങ്ങനെ ബഹിഷ്കരിച്ചതിന്റെ ഫലമായി CPM-ന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടായി. നിങ്ങൾ CPM-ന്റെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് പാർട്ടിക്കകത്ത് നിങ്ങൾക്കൊരു അതായത് നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ അവസരം നൽകുന്ന ഈ ഒരു തീരുമാനത്തിൽ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഏകാഭിപ്രായമില്ലല്ലോ. അത് KM മാണിയുടെയും മകൻ ജോസ് കെ മാണിയുടെയും കളിയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം അവിടെ പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ചയും ഇല്ലാതെയാണ് ഈ നീക്കുപോക്കെല്ലാം ഉണ്ടായിട്ടുള്ളതെന്നും ജോസഫ് വിഭാഗം പറഞ്ഞു കഴിഞ്ഞു. അത് KM മാണി സാർ പറഞ്ഞത് തന്നെയാണ് ജോസഫ് വിഭാഗത്തിൻ്റെ MLA ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞത്. നിങ്ങൾ ചാനലുകൾ കോൺഗ്രസ് തന്നെ വ്യാഖ്യാനിക്കുന്നതാണ്. ഞാൻ കേട്ടതാണ് മോൻസ് ജോസഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം ഒരു കുഴപ്പവും പറഞ്ഞില്ല. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രശ്നവും ഇല്ല. അത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തെടുത്ത തീരുമാനമല്ല. ഇത് തന്നെയാണല്ലോ മണിക്കൂറുകൾക്ക് മുമ്പ് മാണി സാറും പത്രസമ്മേളനത്തിൽ തിരുവല്ലയിൽ പറഞ്ഞത്. കേരള കോൺഗ്രസിന് നേതൃത്വം എടുത്തൊരു രാഷ്ട്രീയ തീരുമാനമല്ല ഇത് നമ്മൾ വിചാരിച്ച കേരള കോൺഗ്രസ് രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന് മുമ്പായി കോൺഗ്രസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പ്രാദേശികമായി ഉചിതമായ തീരുമാനം എടുക്കാവുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും ജില്ലാ നേതാക്കൾക്കും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതാണെന്ന നിർദ്ദേശമാണ് കേരള കോൺഗ്രസിന് നേതൃത്വം നൽകിയത്. ഇത് തന്നെയാണ് മോൻസ് ജോസഫ് പറഞ്ഞത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. ചർച്ച അവസാനിപ്പിക്കുമ്പോൾ CPM നേതാക്കളും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത AN ഷംസീർ ഉൾപ്പെടെയുള്ളവർ തൽക്കാലം ഈ നീക്കുപോക്ക്, ഈ ധാരണയെല്ലാം പ്രാദേശിക തലത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതായി കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. KM മാണിയുടെ പ്രതികരണത്തിലും തൽക്കാലം എന്ന ഒരു വാക്കുണ്ട്. CPM-മായി തൽക്കാലം കൂടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരെ വാ നേരെ പോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നു. ഈ നേരെ വാ നേരെ പോ എന്നത്, നേരെ പോയി നേരെ വാ എന്നത് UDF-ൽ നിന്ന് പോയി ഇനി നേരെ ഇടതുമുന്നണിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു, അതാണ് ഇനിയിപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത് എന്ന് വ്യാഖ്യാനിക്കാനുള്ള സമയമായോ? CPM-മായി തൽക്കാലം കൂടുന്നില്ല എന്നതിന് കുറച്ച് കാത്തിരുന്നാൽ മതി എന്നൊരു വ്യാഖ്യാനം കൊടുക്കാനുള്ള സമയമായോ? ഒന്നാമത് ഗോപികൃഷ്ണൻ ചോദിച്ചത് ഇത് പ്രാദേശികമായ തീരുമാനമാണോ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ കരുതാൻ പറ്റില്ല. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനമായ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ള ഒരു ജില്ലയിൽ അത് പ്രാദേശികമായി ശ്രീ KM മാണിയോ ജോസ് കെ മാണിയോ അറിയാതെ ഒരു തീരുമാനം കേരള കോൺഗ്രസ് കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ ആർക്കും കഴിയില്ല. അത് ഏതൊരു പൊട്ടന് പോലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല.
പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇത് മാണി ഗ്രൂപ്പിന് ഇടതുമുന്നണി ചെല്ലുന്നതിനുള്ള ഒരു അവസരമാകുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മാണി ഗ്രൂപ്പ് LDFിലും ചെല്ലില്ല, UDFിലും ചെല്ലാതെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇത് സൃഷ്ടിക്കുക. ഇത് മാണി ഗ്രൂപ്പിനകത്ത് ചില അസ്വസ്ഥതകളുണ്ടാകും. ഇതിൻ്റെ യഥാർത്ഥ നേട്ടം LDFിന് തന്നെയാണ്. ഒരു UDF മാണി ഗ്രൂപ്പ് പോയതോടുകൂടി ഒരു മധ്യ കേരളത്തിൽ ഒരു ചെറിയ ദൗർബല്യം നേരിടുന്നുണ്ട്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പരിഹരിച്ച് മാണി ഗ്രൂപ്പിനെ കൂടി മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ അതിനകത്ത് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അതിനിടയിലാണ് ഈ സംഭവവികാസം വന്നതോടുകൂടി മാണി ഗ്രൂപ്പിന് UDFിലേക്ക് ചെല്ലാനുള്ള വഴി യഥാർത്ഥത്തിൽ CPM അടച്ചു കഴിഞ്ഞു. മറ്റൊന്ന് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, CPIയെ പോലുള്ള ഒരു കക്ഷിയെ അവിടെ LDF നിൽക്കുമ്പോൾ അവരുടെ ശക്തമായ എതിർപ്പ് ഒരുപക്ഷെ CPMന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും CPIയുടെ എതിർപ്പും അല്ലെങ്കിൽ VS അച്യുതാനന്ദയെ പോലുള്ളവരുടെ ശക്തമായ നിലപാട് കാരണം ഒരു കാരണവശാലും മാണി ഗ്രൂപ്പിന് അത്ര എളുപ്പമൊന്നും LDF ചെല്ലാൻ പറ്റില്ല. ജോൺ പി തോമസ്, ഏതായാലും ഇതിന്റെ KM മാണി വിഭാഗം എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ യഥാർത്ഥ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ആരാകും എന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ എൻ ഷംസീർ, ശ്രീ ജോൺ പി തോമസ്, ശ്രീ സ്റ്റീഫൻ ജോർജ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ടോമി കല്ലാനി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനോടെ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സുമായി PT നാസർ എത്തും.